പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് നൽകി തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ദൈവശബ്ദം, യോഹന്നാന്റെ മകനായ ശീമോനോട് യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇതിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. സ്നേഹിക്കുന്നുവോ എന്നല്ല, അധികമായി സ്നേഹിക്കുന്നു എന്നാണ്. കർത്താവ് ഈ വർഷം ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് പ്രതീക്ഷിക്കുന്നത് 2025 അധികമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വർഷം. എല്ലാ നിലയിലും അധികമായി. പ്രിയരെ, അധികമായാൽ അപകടമാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് സമ്പത്ത് അധികമായാൽ, കഴിക്കുന്ന ആഹാരം അധികമായാൽ, ബുദ്ധി അധികമായാൽ, ഇതൊക്കെ ഒരു പരിധിക്കപ്പുറം അധികമായാൽ നമ്മെ ബാധിക്കുമെന്നത് സത്യമായ കാര്യമാണ്. പക്ഷേ അധികമായാൽ അനുഗ്രഹമാകുന്നതാണ്. കർത്താവ് ഇവിടെ പത്രോസിനോട് ചോദിക്കുന്നത്, അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, നിന്നേക്കാളും അധികമായി, നിനക്കുള്ളവരെക്കാളും അധികമായി, സമ്പത്തിനേക്കാളും അധികമായി, എല്ലാത്തിനേക്കാളും അധികമായി കർത്താവിനെ സ്നേഹിക്കുവാൻ. കർത്താവിന് എല്ലാത്തിനേക്കാളും മുൻപ് പ്രാധാന്യം കൊടുക്കുന്ന, ഒന്നാമതുള്ള പ്രാധാന്യം, അത് യേശുവിന് കൊടുക്കുവാൻ കഴിയുന്ന ഒരു ആത്മീക ജീവിതം കർത്താവ് പ്രതീക്ഷിക്കുന്നു. കർത്താവ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവ് നമ്മളെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും തരുന്നത്. എന്നാൽ യേശുവിനെ അധികമായി സ്നേഹിച്ചാൽ, പത്രോസേ, നിനക്ക് കുറച്ച് മീൻ മാത്രമല്ല കിട്ടുന്നത്, നിന്റെ പടക് നിറയുക മാത്രമല്ല ചെയ്യുന്നത്. ആ വചനത്തിൽ തന്നെ പറയുകയാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കർത്താവ് പറയുകയാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കർത്താവ് ഒരു വലിയ നിയോഗം വിശ്വസിച്ച് ശീമോനെ ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റേത് ചിലത് വിശ്വസിച്ച് നമ്മെ ഏൽപ്പിക്കണമെങ്കിൽ വെറുതെ ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഏൽപ്പിക്കണമെങ്കിൽ കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നവരെ മാത്രമേ കർത്താവ് അത് ഏൽപ്പിക്കുകയുള്ളൂ. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ഈ 2026 കർത്താവ് നമ്മളെ പുതിയ ചില നിയോഗങ്ങൾ ഏൽപ്പിക്കാൻ പോകുകയാണ്. പുതിയ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നു. ഇതുവരെയും ഏൽപ്പിച്ചിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. നാം അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാത്തിനേക്കാളും അപ്പുറമായി, അധികമായി യേശുവിനെ സ്നേഹിക്കുവാൻ ഈ വർഷം നമ്മൾ മനസ്സിലാക്കാമോ? കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ വിട്ടേരെ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വലിയ അനുഭവത്തെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്.